പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5th യൂണിറ്റിലെ ആദ്യ ലെസൺ ടോയ്സ് ടു ടീൻസ്, കൗമാരക്കാരുടെ കളിപ്പാട്ടങ്ങൾ. ഈ അധ്യായം വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കാദ്യം ഈ ആർട്ടിക്കിൾ തയ്യാറാക്കിയ റൈറ്റേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. 3 റൈറ്റേഴ്സ് ചേർന്നുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ തയ്യാറാക്കിയിരിക്കുന്നത്. എബൌട്ട് ദി ഓതേഴ്സ്. ആദ്യം വിക്ടർ സി സ്ട്രാസ്ബർഗർ. Born in 1949, is an American pediatrician, author and academic. അമേരിക്കക്കാരനായ ഗ്രന്ഥകർത്താവും അതോടൊപ്പം തന്നെ ശിശുരോഗ വിദഗ്ധനായ ഒരു ഡോക്ടറും കൂടിയാണ് അദ്ദേഹം. He is the founding chief of the Division of Adolescent Medicine and distinguished professor emeritus of pediatrics at the University of Mexico. ഒരു ഓഥർ എന്നതിനും ഉപരിയായി മെക്സിക്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡായ ഒരു പ്രൊഫസർ, ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. ഹി ഈസ് ദി ഓഥർ ഓഫ് അഡോളസൻസ് ആൻഡ് ദ മീഡിയ, മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഇമ്പാക്ട്, പബ്ലിഷ്ഡ് ഇൻ 1995, അഡോളസൻറ്റ് മെഡിസിൻ, എ പ്രാക്ടിക്കൽ ഗൈഡ്, പബ്ലിഷ്ഡ് ഇൻ 1998, ചിൽഡ്രൻ, അഡോളസൻസ് ആൻഡ് ദ മീഡിയ, പബ്ലിഷ്ഡ് ഇൻ 2009, ആൻഡ് ദ ഡെത്ത് ഓഫ് ചൈൽഡ്ഹുഡ്, പബ്ലിഷ്ഡ് ഇൻ 2018. ഇത്തരത്തിൽ വിഖ്യാതമായ കൗമാരക്കാരും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ചികിത്സയും അവരുടെ മെഡിസിനും ഇതെല്ലാം സംബന്ധിച്ച ബൃഹത്തായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മറ്റൊരു കോ ഓഥർ ബാർബറ ജെ വിൽസൺ, ബോൺ ഇൻ 1957, is an American academic who has served as the 22nd president of the University of Iowa since 15 July 2021. അയോവ യൂണിവേഴ്സിറ്റിയുടെ 22ാമത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഒരു അമേരിക്കൻ അക്കാഡമിക് യൂണിവേഴ്സിറ്റി അധ്യാപിക കൂടെയാണ് ബാർബറ ജെ വിൽസൺ. ഷി വാസ് പ്രീവിയസ്ലി ദ പ്രോവോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ്സ്. അമേരിക്കയിലെ പ്രസിദ്ധമായ ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊവാസ്റ്റ് അഥവാ ഡീൻ ഓർ ചാൻസലർ കൂടിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ആമി ബി ജോർദാൻ, മറ്റൊരു എഴുത്തുകാരി, ബോൺ ഇൻ 1961, ഈസ് പ്രൊഫസർ ആൻഡ് ചെയർ ഓഫ് ജേർണലിസം ആൻഡ് മീഡിയ സ്റ്റഡീസ് അറ്റ് റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി. റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറാണ് Amy B. Jordan. Her research and teaching focuses on the role of media in the lives of children and their families. കുട്ടികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും മേൽ മീഡിയ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് അവർ റിസർച്ച് നടത്തി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രസിദ്ധരായ ഈ എഴുത്തുകാരുടെ പഠനങ്ങളുടെയും റിസർച്ചുകളുടെയും ഫലമാണ് ഈ ആർട്ടിക്കിൾ. മീഡിയ ആൻഡ് അഡ്വർടൈസ്മെന്റ്, മാധ്യമങ്ങളും പരസ്യങ്ങളും കുട്ടികളിലും അഡോളസൻസ് കൗമാരക്കാരിലും എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് അവരുടെ പഠന റിപ്പോർട്ട്. ഈ ആർട്ടിക്കിൾ, ഈ ലെസൺ വിശദീകരിക്കും മുമ്പ് ഈ ലെസണിൽ പരാമർശിച്ചിരിക്കുന്ന ചില വിചിത്ര രൂപികളായ ഡോൾസ്, പാവകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. മോൺസ്റ്റർ ഹൈ ഡോൾസ്, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള വിചിത്ര രൂപികളായ, പലപ്പോഴും ഭീകര രൂപികളായിട്ടുള്ള പാവകളാണ് മോൺസ്റ്റർ ഹൈ ഡോൾസ്. മോൺസ്റ്റർ ഹൈ എന്ന ഒരു ഫ്രാഞ്ചൈസ്, ഒരു പാവ നിർമ്മാണ കമ്പനി എന്ന് പറയാം, അവർ പുറത്തിറക്കിയിരിക്കുന്ന പ്രത്യേകമായ ബ്രാൻഡ് നെയിമിൽ കഥാപാത്രങ്ങളായി കുട്ടികളുടെ മനസ്സിലേക്ക് വളരെയധികം കുട്ടികളെ ആകർഷിച്ചിരിക്കുന്ന തരത്തിലുള്ള ചില പാവകൾ വെബ് സീരീസ് ആയിട്ടും ടെലിവിഷൻ സീരീസ് ആയിട്ടും ഇവരുടെ കഥകളും അവർ പ്രസിദ്ധീകരിച്ചു വരുന്നു. മോൺസ്റ്റർ ഹൈ ഡോൾസിലെ പ്രധാനപ്പെട്ട ഒരു ഡോളാണ് ഡ്രാക്കുളോറ. ഡ്രാക്കുള എന്ന മോൺസ്റ്ററിൻ്റെ ഒരു അഡോപ്റ്റഡ് ഡോട്ടർ, വളരെ ആകർഷണീയമായ ഔട്ട്ഫിറ്റ്സോട് കൂടി കോസ്റ്റ്യൂമിൽ പ്രത്യക്ഷപ്പെടുന്ന വളരെ സുന്ദരമായ ഒരു രൂപമാണ് ഡ്രാക്കുളോറ. അതുപോലെ തന്നെ ഈ ലെസണിൽ പരാമർശിക്കുന്ന ഒരു ആഘോഷമാണ്, ഒരു സെലിബ്രേഷനാണ് ഹലോവീൻ. ഹലോവീൻ എന്ന് പറഞ്ഞാൽ 1 നവംബറിൽ ആഘോഷിക്കപ്പെടുന്ന ഓൾ സെയിൻസ് ഡേ. അത് മിക്ക ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലും ആഘോഷിക്കുന്നു.
ഓൾ സെയിൻസ് ഡേ നവംബർ 1 എന്നാൽ അതിൻ്റെ തലേ രാത്രി, അതായത് ഒക്ടോബർ 31 കുട്ടികളും മുതിർന്നവരും കൗമാരക്കാരുമൊക്കെ വിചിത്ര രൂപത്തിലുള്ള, ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചില വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നു ഒക്ടോബർ 1 എന്നുള്ള രാത്രിയിൽ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള വിചിത്ര രൂപത്തിലുള്ള, പലപ്പോഴും സ്കെയറി, ഭയപ്പെടുത്തുന്ന ഔട്ട്ഫിറ്റ്സുകൾ അണിഞ്ഞുകൊണ്ടുള്ള ഒരു ആഘോഷമാണത്. ഹലോവീൻ ഔട്ട്ഫിറ്റ്സ് വിദ്യാർത്ഥികൾ പരിചയപ്പെടുക. Now let's read and reflect. We live in a world of smart gadgets and aggressive marketing where our decisions are often driven by desires and impulses rather than values and real needs. നാം ജീവിക്കുന്നത് പലതരത്തിലുമുള്ള ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രം, അതുവഴി പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കും വസ്തുക്കളുടെ മൂല്യങ്ങൾക്കും അപ്പുറം പരസ്യങ്ങളുടെ പ്രേരണയ്ക്ക് വിധേയമായിക്കൊണ്ട് നാം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നു, പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്ന കാര്യത്തിൽ. ഡു യു അഗ്രി? ഈ പ്രസ്താവനയോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? Now let's read an article on the influence of the advertising media which lure us to become consumers of products we do not really need. നാം ഒരു ആർട്ടിക്കിൾ വായിക്കാൻ പോകുന്നു. ഈ ആർട്ടിക്കിൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത് പരസ്യങ്ങളുടെ സ്വാധീനം എത്രമാത്രം ശക്തമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായി സാധനങ്ങൾ വാങ്ങുന്നതിലേക്ക് നാം ആകർഷിക്കപ്പെടുന്നു. ആ വസ്തുക്കളാണെങ്കിലോ നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തതായിരിക്കും. യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും പരസ്യങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് അത്തരം വസ്തുക്കൾ വാങ്ങുന്നതിലേക്ക് നാം ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ഒരു ആർട്ടിക്കിളാണ് നാം വായിക്കാൻ പോകുന്നത്. ടോയ്സ് ടു ടീൻസ്. 8-year-old Grace came home from 3rd grade one day and announced to her mother. 3-ാം ക്ലാസ്സുകാരിയായ ഗ്രേസ് എന്ന പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അമ്മയോട് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ പറയുന്നു, ഐ നീഡ് എ മോൺസ്റ്റർ ഹൈ ഡോൾ ഫോർ ഹലോവീൻ. മാം, അമ്മേ, ഹലോവീൻ ദിവസത്തിലേക്ക്, ഹലോവീൻ ആഘോഷിക്കുന്ന 31 ഒക്ടോബർ നൈറ്റിലേക്ക് എനിക്കൊരു മോൺസ്റ്റർ ഹൈ ഡോൾ വേണം. നേരത്തെ വിശദീകരിച്ച പോലെയുള്ള വിചിത്ര രൂപിയായ, ഭീകരരൂപിയായ, എന്നാൽ ആകർഷണീയത തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാവ എനിക്ക് വേണം. ദ വൺ ഐ ലൈക്ക് ഈസ് നെയ്മഡ് ഡ്രാക്കുളോറ. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് ഡ്രാക്കുളോറ എന്ന പേരിലുള്ള ഒരു പാവയാണ്. ഹെർ മദർ വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ്. ഗ്രേസിന്റെ ഈ ആവശ്യം കേട്ട് അമ്മ അല്പം അത്ഭുതപ്പെട്ടു പോയി, ആശ്ചര്യപ്പെട്ടു. Given that Grace had not expressed any interest in such a doll before. അതിനുള്ള കാരണം, ഇത്രയും കാലമായിട്ടും ഗ്രേസ് ഇത്തരത്തിലുള്ള ഒരു പാവ ആഗ്രഹിക്കുന്നതായി ഇതിനു മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. വാട്ട്സ് എ മോൺസ്റ്റർ ഹൈ ഡോൾ? ഹെർ മദർ ആസ്ക്ഡ്. എന്താണ് മോൺസ്റ്റർ ഹൈ ഡോൾ എന്ന് അമ്മ മകളോട് ചോദിച്ചു. Monster High Doll, a kind of fashion doll created and marketed by Monster High, an American multimedia supported fashion doll franchise. മോൺസ്റ്റർ ഹൈ എന്നുള്ളത് ഒരു ഡോൾ മേക്കിംഗ് കമ്പനിയാണ്. അവർക്ക് പലതരത്തിലുള്ള വെബ് സീരീസ്, ടെലിവിഷൻ സീരീസ് എല്ലാം ഉണ്ട്. ഇങ്ങനെ വിചിത്ര രൂപികളായ ഡോൾ പാവകൾ നിർമ്മിച്ച് അവയ്ക്ക് വിചിത്രങ്ങളായ പേരുകൾ നൽകി സീരീസ് തന്നെ അവർ പ്രസിദ്ധീകരിക്കുന്നു. പലപ്പോഴും കുട്ടികളും കൗമാരക്കാരും ഇവയുടെ ആരാധകരാണ്. അത്തരത്തിലുള്ള ഫാഷൻ ഡോൾ, വളരെ ആകർഷണീയമായ പാവകൾ ഉൾപ്പെടുന്നതാണ് മോൺസ്റ്റർ ഹൈ ഡോൾസ്. മോൺസ്റ്റർ ഹൈ എന്ന പേരിൽ ഒരു സാങ്കല്പികമായ സ്കൂളുമുണ്ട്. ആ സ്കൂളിൽ പലതരത്തിലുള്ള മോൺസ്റ്റേഴ്സ്, ഭീകര രൂപികളുടെ അഡോളസൻ്റായ കുട്ടികൾ ചേരുന്ന ഒരു സ്കൂളും സാങ്കല്പികമായി അവർ ഈ വെബ് സീരീസിലൂടെ അല്ലെങ്കിൽ ടെലിവിഷൻ സീരീസിലൂടെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. ദെൻ ഹാലോവീൻ, ദ നൈറ്റ് ഓഫ് 31 ഒക്ടോബർ, ദി ഈവ് ഓഫ് ഓൾ സെയിൻസ് ഡേ. നവംബർ 1 ആഘോഷിക്കപ്പെടുന്ന ഓൾ സെയിൻസ് ഡേയുടെ തലേ രാത്രി അഥവാ
ഒക്ടോബർ 31 ഉള്ള ഒരു ആഘോഷമാണ് ഹലോവീൻ. ഓഫൻ സെലിബ്രേറ്റഡ് ബൈ ചിൽഡ്രൻ ഡ്രസ്സിംഗ് അപ്പ് ഇൻ ഫ്രൈറ്റനിങ് മാസ്ക് ആൻഡ് കോസ്റ്റ്യൂംസ്. പേടിപ്പെടുത്തുന്ന വളരെ സ്കെയറി ആയിട്ടുള്ള മാസ്കും ഡ്രസ്സുകളുമെല്ലാം അണിഞ്ഞുകൊണ്ട് കുട്ടികൾ ആ രാത്രി ആഘോഷിക്കുന്നു. അതാണ് ഹലോവീൻ. They are cool, Mom. They all have monster names like Frankenstein and Claudine Wolf. But I like Draculaura. She has long black hair, pink boots, and a pet bat. I love her outfits, replied Grace. അമ്മയുടെ ചോദ്യത്തിന് ഗ്രേസ് ഇങ്ങനെയൊക്കെയാണ് മറുപടി പറഞ്ഞത്. They are cool, Mom. അവയെല്ലാം നല്ല ഭംഗിയുള്ള ഡോൾസ് ആണ്, പാവകളാണ്. They all have monster names like Frankenstein and Claudine Wolf. ചില ഭീകര രൂപികളുടെ പേരുകളാണ് അവയ്ക്കുള്ളത്. ഫ്രാങ്കൻസ്റ്റീൻ എന്നോ ക്ലോഡിൻ വൂൾഫ് എന്നൊക്കെ ആയിരിക്കും ഇത്തരം പാവകളുടെ പേരുകൾ. ബട്ട് ഐ ലൈക്ക് ഡ്രാക്കുളോറ. എന്നാൽ എനിക്കിഷ്ടം ഡ്രാക്കുളോറ എന്ന പാവയെയാണ്. കാരണം ഷി ഹാസ് ലോങ് ബ്ലാക്ക് ഹെയർ. നീണ്ട കറുത്ത തലമുടിയാണ് ഡ്രാക്കുളോറയ്ക്കുള്ളത്. പിങ്ക് ബൂട്ട്സ്, പിങ്ക് നിറത്തിലുള്ള ബൂട്ട്സും ആൻഡ് എ പെറ്റ് ബാറ്റ്. എപ്പോഴും അവളുടെ കൂടെ അവളുടെ ഒരു ഓമനയായ ബാറ്റ്, ഒരു വവ്വാരുമുണ്ടായിരിക്കും. ഐ ലവ് ഹെർ ഔട്ട്ഫിറ്റ്സ്. അവളുടെ വേഷം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെയാണ് ഗ്രേസ് മറുപടി പറഞ്ഞത്. ഇത് കേട്ട് അമ്മ വീണ്ടും, ഹൗ ഡു യു നോ അബൌട്ട് ദീസ് ഡോൾസ്? ഇത്തരം പാവകളെക്കുറിച്ച് നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഹെർ മദർ ആസ്ക്ഡ്. മാഡി ടോൾഡ് മീ അബൌട്ട് ദം. എൻ്റെ കൂട്ടുകാരി മാഡിയാണ് അവയെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. വി വാച്ച്ഡ് സം ഓഫ് ദെയർ വീഡിയോസ് അറ്റ് മാഡീസ് ഹൗസ്. ഇത്തരം മോൺസ്റ്റർ ഹൈ ഡോൾസ് വെബ് സീരീസിലൊക്കെ ഉണ്ട്, ചില TV ഷോകളിലൊക്കെ ഉണ്ട്. മാഡിയുടെ വീട്ടിൽ വെച്ച് അത്തരം ചില വീഡിയോസ് ഞങ്ങൾ കണ്ടു. ആൻഡ് വി ഈവൻ പ്ലേഡ് എ കമ്പ്യൂട്ടർ ഗെയിം. ഇവരോടൊപ്പം ചില കമ്പ്യൂട്ടർ ഗെയിമും ഞങ്ങൾ കളിച്ചു. മോം, ഡ്രാക്കുളോറ ഹാസ് ഹെർ ഓൺ വെബ്സൈറ്റ്. അമ്മേ, ഡ്രാക്കുളോറയ്ക്ക് അവളുടെ സ്വന്തമായ ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട്, സെഡ് ഗ്രേസ്. ഗ്രേസ് തുടർന്ന് പറഞ്ഞു. വാട്ട് ഡു ദ ഡോൾസ് ഡു ഇൻ ദീസ് വീഡിയോസ്? പ്രോംപ്റ്റ് ഹെർ മദർ. അമ്മയ്ക്കിപ്പോൾ കൂടുതൽ കൗതുകമായി. കാര്യങ്ങൾ അന്വേഷിക്കുന്ന രൂപത്തിൽ അമ്മ ശക്തമായി തന്നെ അവളോട് ചോദിച്ചു. പ്രോംപ്റ്റ്, എക്സാമിൻഡ്, പരിശോധിക്കുന്ന രൂപത്തിൽ അമ്മ അവളോട് ചോദിച്ചു, ഈ വീഡിയോകളിലൊക്കെ വാട്ട് ഡു ദി ഡോൾസ് ഡു? ഈ പാവകൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ റോൾ എന്താണ്? ദേ പുട്ട് ഓൺ മേക്കപ്പ് ആൻഡ് റൈറ്റ് ഇൻ ദ ഡയറീസ്. അമ്മേ, ഈ പാവകളൊക്കെ വളരെ ഭംഗിയായി അണിഞ്ഞൊരുങ്ങുന്നു, മേക്കപ്പ് അണിയുന്നു. മാത്രമല്ല അവരുടെ അനുഭവങ്ങൾ, അവരുടെ ചിന്തകളൊക്കെ ഡയറി കുറിപ്പുകളായി ഡയറിയിൽ എഴുതുന്നു. ദേ ഓൾ ഗോ ടു മോൺസ്റ്റർ ഹൈ ടുഗദർ. അവരെല്ലാവരും മോൺസ്റ്റർ ഹൈ എന്ന സ്കൂളിലേക്ക് ഒരുമിച്ച് പോകുന്നു. മോൺസ്റ്റർ ഹൈ എന്ന പേരിൽ ഒരു ഇമാജിനറി സ്കൂൾ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും മോൺസ്റ്റർ ഹൈ സ്കൂളിലേക്ക് ഒരുമിച്ച് പോകുന്നു. ഗ്രേസ് റിപ്ലൈഡ്. അമ്മയുടെ ചോദ്യങ്ങൾക്ക് ഗ്രേസ് വിശദമായി തന്നെ മറുപടിയും പറഞ്ഞു. പ്രധാനപ്പെട്ട ചില വേർഡ്സും അവയുടെ മീനിങ്സും ശ്രദ്ധിക്കുക. ഡ്രാക്കുളോറ, അഡോപ്റ്റഡ് ഡോട്ടർ ഓഫ് ഡ്രാക്കുള. ഏറെ പ്രസിദ്ധമായ ഡ്രാക്കുള എന്ന മോൺസ്റ്ററിൻ്റെ അഡോപ്റ്റഡ് ഡോട്ടറാണ് ഡ്രാക്കുളോറ. ദത്തെടുക്കപ്പെട്ട മകൾ എന്ന രൂപത്തിലാണ് ഈ വെബ് സീരീസൊക്കെ ഡ്രാക്കുളോറയെ അവതരിപ്പിക്കുന്നത്. ഔട്ട്ഫിറ്റ് മീൻസ് എ സെറ്റ് ഓഫ് ക്ലോത്തിങ് ഓർ കോസ്റ്റ്യൂംസ്. വേഷം, വസ്ത്രം എന്നൊക്കെ അർത്ഥം. പ്രോംപ്റ്റ് മീൻസ് ക്വസ്റ്റ്യൻ ടു ഫൈൻഡ് ഔട്ട്. കാര്യങ്ങൾ ചികഞ്ഞന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത്, ശക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുക, അന്വേഷിക്കുക. പുട്ട് ഓൺ, വെയർ, ധരിക്കുക. മോൺസ്റ്റർ ഹൈ നേരത്തെ വിശദീകരിച്ചതാണ്. ഇവിടെ മറ്റൊരർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മോൺസ്റ്റർ ഹൈ, എ ഫിക്ഷണൽ ഹൈ സ്കൂൾ വേർ ദ ടീനേജ് ചിൽഡ്രൻ ഓഫ് ഫേമസ് മോൺസ്റ്റേഴ്സ് അറ്റൻഡ് സ്കൂൾ. ഈ വെബ് സീരീസിൽ ഒരു ഇമാജിനറി സ്കൂളുണ്ട്, ഫിക്ഷണലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന. അതാണ് മോൺസ്റ്റർ ഹൈ സ്കൂൾ. അവിടെയാണ് പലതരത്തിലുള്ള വിചിത്ര രൂപികളുടെ, മോൺസ്റ്റേഴ്സിൻ്റെ മക്കൾ, കൗമാരക്കാരായ മക്കൾ സ്കൂൾ പഠനം നടത്തുന്നത്. ഓൺ ദ നെക്സ്റ്റ് ട്രിപ്പ് ടു എ ഷോപ്പിംഗ് മാൾ നിയർ ബൈ. ഈ സംഭാഷണമെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്ക് അമ്മയും ഗ്രേസും കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ
ഗ്രേസ് സ്പോട്ടഡ് എ ഡിസ്പ്ലേ ഓഫ് മോൺസ്റ്റർ ഹൈ ഡോൾസ് ഇൻ വൺ ഓഫ് ദി ഐൽസ്. ആ ഷോപ്പിലെ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളെല്ലാം നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്ന പാസേജിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെയുള്ള ഒരു സ്റ്റാൻഡിൽ മോൺസ്റ്റർ ഹൈ ഡോൾസ് ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്, അതെല്ലാം നിരനിരയായി വെച്ചിരിക്കുന്നത് ഗ്രേസ് സ്പോട്ടഡ്, ഗ്രേസ് കണ്ടു, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആൻഡ് ഷ്രീക്ഡ്, വർദ്ധിച്ച ആഹ്ലാദത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവൾ ഉറക്കെ അമ്മയോട് ചോദിച്ചു, മോം കൻ ഐ ഹാവ് വൺ പ്ലീസ്, ഒരെണ്ണം എനിക്ക് വാങ്ങിത്തരുമോ എന്ന്. ഗ്രേസസ് മോം ചെക്ക് ദ പ്രൈസ്, ആ ഡോളിന്റെ വില ഗ്രേസിന്റെ അമ്മ ഒന്ന് പരിശോധിച്ചു. ആൻഡ് റിലക്റ്റന്റ്ലി പുട്ട് വൺ ഓഫ് ദി $21.99 into the shopping cart. എന്നിട്ട് മനമില്ല മനസ്സോടെ അതിലെ ഒരെണ്ണം, അതിന്റെ വില ഏകദേശം $22 ആയിരുന്നു, $21.99 വില വരുന്ന ഒരു ഡോൾ അവരുടെ ഷോപ്പിംഗ് കാർട്ടിലേക്ക് അവർ എടുത്തു. വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, മകളുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തു എന്നർത്ഥം. എലോങ് വിത്ത് മില്യൺസ് ഓഫ് അതർ പാരൻസ്, ഇത്തരത്തിൽ മില്യൺ കണക്കിന് രക്ഷിതാക്കളെ പോലെ തന്നെ ഗ്രേസിന്റെ അമ്മയും ഷീ കേവ്ഡ് ഇൻ ടു വാട്ട് ഹാസ് ബീൻ കോൾഡ് ദ നാഗ് ഫാക്ടർ ഇൻ ദ വേൾഡ് ഓഫ് അഡ്വർടൈസിംഗ്. പരസ്യ ലോകത്ത്, മാർക്കറ്റിംഗ് ലോകത്ത് പറയുന്ന ഒരു പ്രയോഗമാണ് നാഗ് ഫാക്ടർ. പരസ്യങ്ങൾ സ്വാധീനം ചെലുത്തിയതിൻ്റെ കാരണമായി കുട്ടികൾ പലപ്പോഴും അവർ ആഗ്രഹിക്കുന്ന പരസ്യത്തിൽ കണ്ട വസ്തു നിരന്തരം ആവശ്യപ്പെടുന്ന ഒരവസ്ഥയ്ക്കാണ് നാഗ് ഫാക്ടർ എന്ന് പറയുക. ഇങ്ങനെയുള്ള ഈ നാഗ് ഫാക്ടറിന് മില്യൺ കണക്കിന് രക്ഷിതാക്കളാണ് അടിമപ്പെടുന്നത്, മക്കളുടെ താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ ഗ്രേസിന്റെ അമ്മയും അതിന് വഴങ്ങിക്കൊടുത്തു. കേവ്ഡ് ഇൻ ടു എന്ന് പറഞ്ഞാൽ വഴങ്ങി എന്നർത്ഥം. It is estimated that billions are spent every year on advertising and marketing to children. കുട്ടികളിലേക്ക് പരസ്യങ്ങൾ വഴി വസ്തുക്കൾ മാർക്കറ്റ് ചെയ്യുന്ന ആ മേഖലയിൽ ഓരോ വർഷവും ബില്യൺ കണക്കിന് ഡോളേഴ്സാണ് ചെലവഴിക്കുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. Almost 3 times the amount spent just 20 years ago. ഒരു 20 വർഷം മുമ്പുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇക്കാലത്ത് അത് 3 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് പരസ്യത്തിനും മാർക്കറ്റിങ്ങിനും വേണ്ടി, പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് വസ്തുക്കൾ എത്തിക്കുന്ന കാര്യത്തിൽ. മാർക്കറ്റേഴ്സ് ആർ പേയിങ് മോർ അറ്റൻഷൻ ടു യങ് കൺസ്യൂമേഴ്സ്. കുട്ടികളെ പോലെയുള്ള ടീനേജേഴ്സിനെ അല്ലെങ്കിൽ അഡോളസൻസിന്റെ മേഖലയിലേക്കാണ് മാർക്കറ്റേഴ്സ്, വിപണന തന്ത്രമൊരുക്കുന്ന ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദീസ് ഡേയ്സ്, ഇക്കാലത്ത്. ഫോർ അറ്റ്ലീസ്റ്റ് 3 reasons. അതിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. കുട്ടികളിലേക്ക് യങ് കൺസ്യൂമേഴ്സ്, ചെറുപ്പക്കാരായിട്ടുള്ള ഉപഭോക്താക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരസ്യം മാർക്കറ്റിംഗ് തന്ത്രം ഒരുക്കുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ്, ചിൽഡ്രൻ ടുഡേ ഹാവ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ദെയർ ഓൺ മണി ടു സ്പെൻഡ്. കുട്ടികൾക്കും ഇക്കാലത്ത് അവരുടേതായ സ്വന്തം പണമുണ്ട് ചെലവഴിക്കാൻ. ചിൽഡ്രൻസ് സ്പെൻഡിങ് പവർ ഹാസ് സ്റ്റെഡിലി റിസൺ ഓവർ ദി ഇയേഴ്സ്. വർഷങ്ങൾ കൊണ്ട് കുട്ടികളുടെ സ്പെൻഡിങ് പവർ, ചെലവഴിക്കാനുള്ള അവരുടെ ശക്തി എന്ന് വെച്ചാൽ സാധനങ്ങൾ ചൂസ് ചെയ്യാനും അതിനുവേണ്ടി പണം മുടക്കാനുമുള്ള അവരുടെ പെർച്ചേസിംഗ് പവർ, സാധനങ്ങൾ വാങ്ങാനുള്ള അവരുടെ ശക്തി ഈ കാലങ്ങൾ കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച്. Much of this increase comes from children earning more money for household chores and receiving more money from relatives on holidays. കുട്ടികളുടെ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ വർധന വന്നിരിക്കുന്നത് ഹൗസ് ഹോൾഡ് ചോഴ്സ്, സ്വന്തം വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് രക്ഷിതാക്കളിൽ നിന്നും പണം സ്വീകരിക്കുന്ന കുട്ടികളുടെ പർച്ചേസിങ്ങിലൂടെയാണ്. അതോടൊപ്പം തന്നെ റിസീവിംഗ് മോർ മണി ഫ്രം റിലേറ്റീവ്സ് ഓൺ ഹോളിഡേയ്സ്, വിശേഷ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ വരുന്ന ബന്ധുക്കൾ നൽകുന്ന പണം ഉപയോഗിച്ചുകൊണ്ടും കുട്ടികൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നു. അങ്ങനെയാണ് ഈ വർധന ഉണ്ടായിരിക്കുന്നത്. ആസ് മൈറ്റ് ബി എക്സ്പെക്റ്റഡ്, ടീൻസ് സ്പെൻഡ് ഈവൻ മോർ ദാൻ യങ് ചിൽഡ്രൻ. ചെറിയ കുട്ടികളെക്കാൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നത് ടീൻസ്, അഡോളസൻസ് ആണ്, അതല്ലെങ്കിൽ ടീനേജേഴ്സ് ആണ്, കൗമാരക്കാരാണ്. ഓൺ സച്ച് പ്രോഡക്ട്സ് ആസ് ക്ലോത്ത്സ്, കാൻഡി, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് മ്യൂസിക്. പ്രത്യേകിച്ച് വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ കാൻഡി, സ്വീറ്റ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് മ്യൂസിക്, ഇത്തരം
പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കൂട്ടുന്നത് കൂടുതലും ടീൻസ് ആയിരിക്കും, ടീനേജേഴ്സ്. Second, in addition to spending their own money, young people influence their parents' consumer behavior from an early age. സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിനും പുറമെ ചെറുപ്പക്കാരായിട്ടുള്ള, കുട്ടികളായിട്ടുള്ള അല്ലെങ്കിൽ കൗമാരക്കാരായിട്ടുള്ള കൺസ്യൂമേഴ്സ് അവരുടെ രക്ഷിതാക്കളുടെ പർച്ചേസിങ്ങിലും സ്വാധീനം ചെലുത്തുന്നു. കൺസ്യൂമേഴ്സ് ബിഹേവിയർ, അവരുടെ ഒരു കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ സ്വഭാവം തന്നെ രക്ഷിതാക്കളുടെ കൺസ്യൂമർ ബിഹേവിയറിൽ തന്നെ കുട്ടികൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. ഫ്രം ആൻ ഏർലി ഏജ്, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ വാശി, അവരുടെ ആഗ്രഹം, ഇതെല്ലാം രക്ഷിതാക്കളിൽ സ്വാധീനം ചെലുത്തി രക്ഷിതാക്കളും സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ സ്വാധീനിക്കപ്പെടുന്നു. Children give direction to daily household purchases such as snacks, cereals, toothpaste and even soap and shampoo. പലപ്പോഴും വീട്ടിലെ സാധനങ്ങൾ പോലും വാങ്ങുന്നതിൽ കുട്ടികളുടെ സ്വാധീനമുണ്ട്. കുട്ടികളാണ് പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഡയറക്ഷൻ, നിർദ്ദേശം നൽകുന്നത്. ഹൗസ് ഹോൾഡ് പർച്ചേസസ്, കുടുംബത്തിലെ വീട്ടിലെ പർച്ചേസിങ്ങിന്. ഉദാഹരണത്തിന് ലഘുഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ ഏത് പ്രോഡക്റ്റ് വാങ്ങണം, ഏത് ഐറ്റം വാങ്ങണമെന്ന്, അതുപോലെ തന്നെ സെറിയൽസ്, ധാന്യങ്ങൾ, ടൂത്ത് പേസ്റ്റ്, സോപ്പ് ആൻഡ് ഷാംപൂ, ഇതൊക്കെ വാങ്ങുമ്പോൾ ഏത് പ്രോഡക്റ്റാണ് വാങ്ങേണ്ടത് എന്നുള്ള നിർദ്ദേശം പലപ്പോഴും കുട്ടികളാണ് നൽകുന്നത്. ആ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് മിക്കപ്പോഴും രക്ഷിതാക്കൾ സാധനങ്ങൾ വാങ്ങുന്നതും. ആസ് ദേ ഗെറ്റ് ഓൾഡർ, teens often voice opinions on the type of car to buy. ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ വലിയ വസ്തുക്കൾ വാങ്ങുന്ന കാര്യത്തിൽ പോലും അവരുടെ അഭിപ്രായങ്ങൾ പറയും. ഉദാഹരണത്തിന് വീട്ടിലേക്കൊരു കാർ വാങ്ങുകയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കാർ വാങ്ങണം എന്നുള്ള അഭിപ്രായം ഈ കുട്ടികൾ മുതിർന്ന് വരുമ്പോൾ അഭിപ്രായപ്പെടും. ന്യൂ മീഡിയ എക്യുപ്മെൻറ്റ്, അതുപോലെ തന്നെ വീട്ടിലെ മറ്റ് എൻ്റർടൈൻമെൻറ്റ് മീഡിയ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ മറ്റ് വിനോദ ഉപകരണങ്ങൾ വാങ്ങുമ്പോഴൊക്കെ കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പറയും. ആൻഡ് ഈവൻ വേർ ടു ഗോ ഓൺ വെക്കേഷൻ, മാത്രമല്ല ഒരു ഹോളിഡേക്ക് പോകുമ്പോൾ, ഒരു വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ ഏത് ലൊക്കേഷനിൽ പോകണം എന്ന് പോലും കുട്ടികളായിരിക്കും മിക്കപ്പോഴും അഭിപ്രായം പറയുക. അങ്ങനെ കുട്ടികളിലേക്ക് പരസ്യങ്ങൾ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി രക്ഷിതാക്കൾ ചെലവഴിക്കുന്നു. ചില പ്രധാനപ്പെട്ട വേർഡ്സ്: ചോയ്സ്, ഹാർഡ് ടാസ്ക് ഓർ റുട്ടീൻ വർക്ക്, കഠിനമായ അധ്വാനം അല്ലെങ്കിൽ സ്ഥിരമായി വീട്ടിൽ ചെയ്യുന്ന ജോലികൾ, വീട്ടുജോലികൾ. ക്യാൻഡി, സ്വീറ്റ്സ് ഓർ കൺഫെക്ഷണറി, പലഹാരം, സ്വീറ്റ്സ് എന്നൊക്കെ അർത്ഥം. സെറിയൽസ്, ഗ്രെയിൻസ് ഓഫ് റൈസ്, വീറ്റ്, ഓട്സ് എറ്റ്സെട്ര, ധാന്യങ്ങൾ, ധാന്യപ്പൊടി. സ്നാക്ക്, ലൈറ്റ് മീൽ, ലഘുഭക്ഷണം. Third, marketers recognize that the children of today represent the adult consumers of tomorrow. കുട്ടികളിലേക്ക് മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പരസ്യങ്ങളും കേന്ദ്രീകരിക്കാനുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം, മാർക്കറ്റേഴ്സിന് അറിയാം ഇന്നത്തെ കുട്ടികൾ തന്നെയാണ് നാളത്തെ മുതിർന്ന കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ. ചിൽഡ്രൻ ഡെവലപ്പ് ലോയൽറ്റി ടു ബ്രാൻഡ്സ് അറ്റ് ആൻ ഏർലി ഏജ്. ഏതെങ്കിലും ഒരു പ്രത്യേക ബ്രാൻഡിലേക്ക്, ഒരു പ്രോഡക്റ്റിലേക്ക് അതിനോടുള്ള ഒരു വിശ്വാസ്യത ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ വെച്ച് പുലർത്തും. ആൻഡ് ദീസ് പ്രിഫറൻസസ് ഓഫൻ പെർസിസ്റ്റ് ഇൻ ടു അഡൾട്ട്ഹുഡ്. അങ്ങനെ ആ പ്രത്യേകമായ പ്രോഡക്റ്റിനോടുള്ള അവരുടെ ഇഷ്ടവും വിശ്വാസ്യതയും അവർ വളരുമ്പോൾ അവരോടൊപ്പം തന്നെ അവരുടെ വളർന്ന പ്രായത്തിലേക്കും ആ താല്പര്യവും ഇഷ്ടവും സ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യും. ഇത് മാർക്കറ്റേഴ്സിന് അറിയാം. Many companies engage in cradle-to-grave marketing to cultivate consumer allegiance at a very early age. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാർക്കറ്റേഴ്സ് ഒരു പുതിയ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്, ക്രാഡിൽ ടു ഗ്രേവ് മാർക്കറ്റിംഗ്. തൊട്ടിൽ മുതൽ ചുടല വരെയുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് അവരുടെ അവസാന കാലം വരെ നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത്. അതുവഴി ടു കൾട്ടിവേറ്റ് കൺസ്യൂമർ അലീജിയൻസ് അറ്റ് എ വെരി ഏർലി ഏജ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കൺസ്യൂമറുടെ, ഉപഭോക്താവിൻ്റെ താല്പര്യം, അവരുടെ വിശ്വാസ്യത ഒരു പ്രോഡക്റ്റിൽ നിലനിർത്താനുള്ള ഒരു തന്ത്രമാണ് ക്രാഡിൽ ടു ഗ്രേവ്. Marketers have developed sophisticated strategies like the use of sound effects,
പരസ്യങ്ങൾ നൽകുമ്പോൾ പലതരത്തിലുള്ള ആധുനികമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തന്ത്രങ്ങൾ അവർ ഒരുക്കുന്നു. പ്രത്യേകിച്ച് സൗണ്ട് ഇഫക്ട്സ്, വളരെ ആകർഷണീയമായ സൗണ്ട് ഇഫക്റ്റുകൾ നൽകും. ബ്രൈറ്റ് കളേഴ്സ്, പരസ്യങ്ങൾക്ക് വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങൾ നൽകും. ജിംഗിൾസ്, ആകർഷണീയമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കും. ആനിമേറ്റഡ് ക്യാരക്ടേഴ്സ്, ഏതെങ്കിലും പ്രോഡക്റ്റിനെ പരസ്യപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളിൽ അവരെ വളരെയധികം സ്വാധീനിക്കാൻ, ആകർഷിക്കാൻ വേണ്ടി ചില ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിനെയൊക്കെ അവർ കാർട്ടൂൺ രൂപത്തിൽ അവതരിപ്പിക്കും. ആൻഡ് എ വെറൈറ്റി ഓഫ് അതർ പ്രൊഡക്ഷൻ ടെക്നിക്സ് ടു ടാർഗറ്റ് യങ് കൺസ്യൂമേഴ്സ്. ഇങ്ങനെ പലതരത്തിലുള്ള ടെക്നിക്കുകളുമാണ് ചെറുപ്പക്കാരായ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടി മാർക്കറ്റേഴ്സ് തയ്യാറാക്കുന്നത്. ഇൻ ഫാക്ട്, ആഡ്സ് ആർ ടിപ്പിക്കലി ലൗഡർ ഇൻ വോള്യൂം ദാൻ ദ പ്രോഗ്രാം ദേ അക്കമ്പനി. പലപ്പോഴും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ, ഒരു വീഡിയോക്കിടയിലൊക്കെയാണ് പരസ്യം വരുന്നതെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ശബ്ദത്തേക്കാൾ ഉയർന്ന തരത്തിൽ, പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഉയർന്ന വോള്യത്തിലായിരിക്കും പരസ്യത്തിൻ്റെ ശബ്ദം. മാഗസീൻസ് കണ്ടെയ്ൻ ഗ്ലോസി ഫുൾ പേജ് ആഡ്സ് പ്രൊമോട്ടിംഗ് ക്ലോത്ത്സ്, ഷൂസ് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ പരസ്യം ചെയ്യുമ്പോൾ പരസ്യത്തിൻ്റെ പേജ് വളരെ ഗ്ലോസി ആയിരിക്കും, വളരെ സ്മൂത്ത് ആൻഡ് ഷൈനിങ്, നല്ല തിളക്കമുള്ള സ്മൂത്ത് ആയിട്ടുള്ള പേജിലൊക്കെ തന്നെയായിരിക്കും പലപ്പോഴും ക്ലോത്ത്സ്, ഷൂസ് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ്, സൗന്ദര്യ വസ്തുക്കൾ, ഷൂസ്, ക്ലോത്ത്സ് ഇവയുടെയൊക്കെ പരസ്യങ്ങൾ വരുന്നത്. ഈ പാസേജുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ്: ലോയൽറ്റി, ഫെയ്ത്ത്ഫുൾനെസ് ഓർ ഡിവോഷൻ, വിശ്വാസ്യത; പെർസിസ്റ്റ്, കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഓർ റിമെയിൻ, സ്ഥിരമായി നിലനിൽക്കുക; ക്രാഡിൽ ടു ഗ്രേവ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എ ലൈഫ് ലോങ് കസ്റ്റമർ ലോയൽറ്റി ടെക്നിക്, ജീവിതകാലം മുഴുവനും ഒരു കസ്റ്റമറിൽ വിശ്വാസ്യത നിലനിർത്തുന്ന മാർക്കറ്റിംഗ് തന്ത്രം. അലീജിയൻസ് മീൻസ് ലോയൽറ്റി, വിശ്വാസ്യത. സൊഫിസ്റ്റിക്കേറ്റഡ് മീൻസ് അഡ്വാൻസ്ഡ് ഓർ ഹൈലി ഡെവലപ്ഡ്, വളരെ പുരോഗതി പ്രാപിച്ച. ജിംഗിൾ, കാച്ചി ഓർ അട്രാക്റ്റീവ് സൗണ്ട് ഓർ ട്യൂൺ, വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഇമ്പമാർന്ന ശബ്ദം. ഗ്ലോസി, സ്മൂത്ത് ആൻഡ് റിഫ്ലക്റ്റീവ്. വെബ്സൈറ്റ്സ് ദാറ്റ് ടാർഗറ്റ് ചിൽഡ്രൻ ഫീച്ചർ ഓൾ കൈൻഡ്സ് ഓഫ് അഡ്വർടൈസിംഗ്. കുട്ടികളെ ലക്ഷ്യമാക്കിയുള്ള പല വെബ്സൈറ്റുകളും എല്ലാത്തരം പരസ്യങ്ങളും ചെയ്യുന്നു. ഓൾ ദീസ് ടെക്നിക്സ് ആർ ലൈക്ലി ടു ക്യാപ്ചർ ദി അറ്റൻഷൻ ഓഫ് യങ്ങർ ചിൽഡ്രൻ. ചെറിയ കുട്ടികളെയാണ് ഇത്തരത്തിലുള്ള പരസ്യ തന്ത്രങ്ങൾ കൂടുതലും ആകർഷിക്കുന്നത്. ബൈ ഫാർ ദി ഈസിയസ്റ്റ് വേ ടു റീച്ച് യങ് പീപ്പിൾ ഈസ് ടെലിവിഷൻ. ചെറുപ്പക്കാരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ, അവരിലേക്ക് എത്താൻ ഉള്ള പരസ്യ മാധ്യമം ടെലിവിഷൻ തന്നെയാണ്. ബട്ട് മാർക്കറ്റേഴ്സ് ആർ എക്സ്പ്ലോറിംഗ് ന്യൂ വേസ് ടു റീച്ച് യങ് കൺസ്യൂമേഴ്സ് ത്രൂ ഓൺലൈൻ സോഴ്സസ്. എന്നാൽ ഇന്ന് ടെലിവിഷനും അപ്പുറം ചെറുപ്പക്കാരായ കൺസ്യൂമേഴ്സിലേക്ക്, ഉപഭോക്താക്കളിലേക്ക് എത്താൻ മാർക്കറ്റേഴ്സ് പല പുതിയ മാർഗങ്ങളും തേടുന്നുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ സോഴ്സസ്, ഇൻ്റർനെറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ പരസ്യം ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. മാത്രവുമല്ല, ആൻഡ് ത്രൂ പേഴ്സണൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്, ഓരോ വ്യക്തിയും സ്വകാര്യമായിട്ടോ സ്വന്തമായിട്ടോ ഉപയോഗിക്കുന്ന അവരുടെ ഉപകരണങ്ങളിലൂടെയും പരസ്യം ചെയ്യുന്നു. ലൈക്ക് ഓർ സച്ച് ആസ് ഐപാഡ്സ് ആൻഡ് സെൽഫോൺസ്. ഐപാഡുകളിലൂടെയും സെൽഫോണുകളിലൂടെയും ഒക്കെ പരസ്യങ്ങൾ വഴി ഓരോ ഉപഭോക്താവിലേക്കും ഇൻഡിവിജ്വലായി, വ്യക്തിപരമായി തന്നെ കടന്നു കയറാനും മാർക്കറ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്. Another concern is whether advertising contributes to a preoccupation with physical appearance. എന്നാൽ കൺസ്യൂമേഴ്സിൻ്റെ, പ്രത്യേകിച്ച് കൗമാരക്കാരിൽ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ്, അവരെങ്ങനെയാണോ സമൂഹത്തിൽ അവരുടെ ശരീരത്തെ പ്രദർശിപ്പിക്കുന്നത്, അതിലേക്കൊക്കെ പരസ്യങ്ങൾ കടന്നു കയറുന്നു എന്നുള്ളതാണ് മറ്റൊരു കൺസേൺ, ഒരു ആങ്സൈറ്റി ആയിട്ട്, ഒരു വറിയായിട്ട് ഉയർന്നു വരുന്നത്. പരസ്യങ്ങൾ ചെറുപ്പക്കാരിൽ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പോലും സ്വാധീനിക്കുന്നു. അതിലേക്ക് അവർ കൂടുതൽ പ്രിയോക്യുപ്പൈഡ് ആകുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എസ്പെഷ്യലി എമംഗ് അഡോളസൻസ്. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ സ്വാധീനിക്കുന്നത് കൗമാരക്കാരെയാണ്. ടീൻ മാഗസീൻസ് ആർ റൈഫ് വിത്ത് ആഡ്സ് ഫീച്ചറിംഗ് തിൻ അട്രാക്റ്റീവ് മോഡൽസ്. ടീൻ മാഗസീൻസ്, ടീനേജേഴ്സിനുള്ള പല പ്രസിദ്ധീകരണങ്ങളും
വളരെ ഭംഗിയുള്ള മോഡലുകൾ, പ്രത്യേകിച്ച് ശാരീരികമായി മെലിഞ്ഞ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള മോഡലുകൾ നിരത്തിയുള്ള പരസ്യങ്ങൾ കൊണ്ട് റൈഫ് വിത്ത് ഫുൾ ഓഫ് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. Adolescents and college students compare their physical attractiveness to that of models. അതുകൊണ്ട് തന്നെ കൗമാരക്കാരും പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളുമൊക്കെ തങ്ങളുടെ ശരീരത്തിന്റെ സൗന്ദര്യം ഈ പരസ്യത്തിൽ വരുന്ന മോഡലുകളുടെ സൗന്ദര്യവുമായിട്ട് കമ്പയർ ചെയ്യുന്നു. To that of models featured in advertising. ഈ പരസ്യങ്ങളിൽ ഫീച്ചർ ചെയ്തിരിക്കുന്ന, അവർ മോഡലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മോഡലുകൾ, സ്ത്രീയാവട്ടെ പുരുഷനാകട്ടെ, അവരുടെയൊക്കെ സൗന്ദര്യം അതുമായിട്ടാണ് ഈ കൗമാരക്കാർ തങ്ങളുടെ ശരീരത്തെ കമ്പയർ ചെയ്യുന്നത്. Looking at ads featuring highly attractive models can affect one's self-esteem and body image. പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മനോഹരമായ ശരീരപ്രകൃതിയുള്ള മോഡലുകളോട് സ്വന്തം ശരീരത്തെ താരതമ്യം ചെയ്ത് നോക്കുന്നത് പലപ്പോഴും വ്യക്തികളുടെ ആത്മാഭിമാനത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഈ പാസേജിലെ പ്രധാനപ്പെട്ട വേർഡ്സ്: പ്രീഓക്യുപ്പേഷൻ, എക്സസീവ് അറ്റൻഷൻ ഓർ ഫോക്കസ് ഓഫ് മൈൻഡ് ഓൺ സംതിങ്. ഏതെങ്കിലും ഒരു വസ്തുവിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അത് തന്നെ മനസ്സിൽ വെക്കുക. റൈഫ് വിത്ത് മീൻസ് ഫുൾ ഓഫ്, ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. നിറഞ്ഞ് കവിയുക, നിറയുക, ധാരാളമാവുക എന്നൊക്കെ അർത്ഥം. Seem even more conscious of brand names as well as the latest fads in clothing and technology. ടെക്നോളജിയുടെയും ക്ലോത്തിങ്, വസ്ത്രങ്ങളുടെയും ഒക്കെ മേഖലകളിൽ മറ്റെല്ലാവരെക്കാളും കൂടുതൽ കൗമാരക്കാരാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. പ്രത്യേകിച്ച് ഓഫ് ബ്രാൻഡ് നെയിംസ്, പ്രത്യേകമായ ചില ബ്രാൻഡ് പേരുകളുടെ കാര്യത്തിലും, ആസ് വെൽ ആസ് ദ ലേറ്റസ്റ്റ് ഫാഡ്സ്, ഏറ്റവും ആധുനികമായിട്ടുള്ള മോഡേൺ ട്രെൻഡ്, ഫാഷൻ, ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് അഡോളസൻസ്, കൗമാരക്കാരാണ്. വേർ ഡസ് ഓൾ ദിസ് കൺസ്യൂമർ ഡിസയർ കം ഫ്രം? ഇത്തരത്തിലുള്ള കൺസ്യൂമർ ഡിസയർ, ഉപഭോക്തൃ ആഗ്രഹം, താല്പര്യം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? വെൻ ആസ്ക്ഡ്, മോസ്റ്റ് ചിൽഡ്രൻ റിപ്പോർട്ട് ദാറ്റ് ദേ ബോട്ട് സംതിങ് ബിക്കോസ്. ഒരു സെൻസസ് നടത്തിയപ്പോൾ, മിക്കപ്പോഴും പലരോടും ചോദിച്ചപ്പോൾ കുട്ടികളൊക്കെ പറയുന്നത്, ഞങ്ങൾ ഈ വസ്തു വാങ്ങാനുള്ള കാരണം യു സീ ഇറ്റ് എ ലോട്ട്. നിങ്ങൾക്കറിയാം, ഇത് ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ട്, എല്ലായിടത്തും കാണുന്ന, എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ്. യു സീ ഇറ്റ് എ ലോട്ട്. നിങ്ങളിത് ടെലിവിഷനിലും ഇന്റർനെറ്റിലും പരസ്യരൂപത്തിൽ ധാരാളമായി കാണുന്നു, അതുകൊണ്ടാണ് ഞങ്ങളത് വാങ്ങുന്നത്. എവരിബഡി ഹാസ് വൺ. എല്ലാവർക്കും ഇത്തരത്തിൽ ഒരെണ്ണമുണ്ട് എന്ന് വെച്ചാൽ പരസ്യത്തിന്റെ സ്വാധീനമാണ് ഈ കാണിക്കുന്നത്. Advertising often conveys the idea that a product will bring fun and happiness to a youngster's life. പരസ്യത്തിന്റെ മറ്റൊരു തന്ത്രം ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് സന്തോഷവും വിനോദവും എല്ലാം നൽകുന്നു എന്നുള്ളതാണ്. അതുവഴിയും അവർ പരസ്യത്തിന് വിധേയമായി സാധനങ്ങൾ വാങ്ങുന്നു. The use of a celebrity or a popular character to endorse a product in ad is an extremely effective source of persuasion. പരസ്യങ്ങളിൽ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി, ഒരു ഫിലിം ആക്ടർ പോലെയോ സ്പോർട്സ് താരത്തെ പോലെയുള്ള വ്യക്തികൾ എക്സ്ട്രീംലി ഇഫക്റ്റീവ് സോഴ്സ് ഓഫ് പെർസുവേഷൻ, ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള പ്രേരണ സൃഷ്ടിക്കുന്നതിൽ വളരെ ശക്തമായ ഫലം ചെലുത്തുന്നു, സ്വാധീനം ചെലുത്തുന്നു. ടീൻസ് പെർസീവ് സെലിബ്രിറ്റീസ് ആർ മോർ ട്രസ്റ്റ് വർത്തി. കാരണം ടീനേജേഴ്സ് സെലിബ്രിറ്റികളെ കാണുന്നത് അവർ വളരെയധികം വിശ്വാസ്യത പുലർത്തുന്ന വ്യക്തികളാണ്, അവരെ വിശ്വസിക്കാമെന്നാണ്. മാത്രമല്ല കോമ്പിറ്റന്റ്, മറ്റുള്ളവരെക്കാൾ കഴിവും അറിവുമുള്ളവരാണ്. ആൻഡ് അട്രാക്റ്റീവ് ദാൻ നോൺ സെലിബ്രിറ്റി എൻഡോസേഴ്സ്. നോൺ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ ഭംഗിയും ആകർഷണീയതയും അവർക്കുണ്ട്, വിവരവും വിജ്ഞാനവുമുണ്ട്, അവർക്ക് കൂടുതൽ വിശ്വാസ്യതയുണ്ട് എന്നൊക്കെയാണ് ടീനേജേഴ്സ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. Furthermore, അതിനുമുപരിയായി the featuring of celebrities results in favorable evaluations of a product. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ പരസ്യത്തിൽ ഒരു സെലിബ്രിറ്റി വരുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ ഇവാലുവേഷൻ, അതിൻ്റെ വിലയിരുത്തൽ ആ പ്രോഡക്റ്റിന് അനുകൂലമായിട്ടാണ് സമൂഹത്തിൽ വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ
പരസ്യങ്ങളിൽ പലപ്പോഴും സെലിബ്രിറ്റികൾ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നു. ഈ പാസേജുകളിലെ പ്രധാനപ്പെട്ട വേർഡ്സ്: ഫാഡ്, എ ഷോർട്ട് ടൈം പോപ്പുലാരിറ്റി ഓർ ഫാഷൻ ഓർ ട്രെൻഡ്, വളരെ വേഗം കടന്നു പോകുന്ന പ്രസിദ്ധി അതല്ലെങ്കിൽ ഫാഷൻ ഓർ ട്രെൻഡ്. എൻഡോഴ്സ്, സപ്പോർട്ട് ഓർ പ്രൊമോട്ട്. പെർsuasion, കൺവിൻസിങ് ഓർ ഇൻഫ്ലുവൻസിങ് സമൺ ടു ഡു സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കൽ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തൽ. പെർസീവ്, ടു സീ ഓർ അണ്ടർസ്റ്റാൻഡ്, കാണുക, മനസ്സിലാക്കുക. കോമ്പിറ്റൻറ്റ്, ഹാവിങ് നോളജ് ആൻഡ് സ്കിൽ, അറിവും കഴിവുമുള്ള. In conclusion, the influence of advertisements on adolescent consumer behavior is evident in their heightened awareness of brand names and the latest trends in clothing and technology. ഈ ആർട്ടിക്കിളിൽ ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ടെക്നോളജിയുടെയും വസ്ത്രങ്ങളുടെയും ഒക്കെ മേഖലകളിൽ കൗമാരക്കാർക്ക് ഉയർന്ന അവബോധമുണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ബ്രാൻഡ് നെയിമുകളുടെ കാര്യത്തിലും മോഡേൺ ട്രെൻഡ്, ആധുനിക ഫാഷന്റെ കാര്യത്തിലുമൊക്കെ. ഇതെല്ലാം കാണിക്കുന്നത് എത്രമാത്രം കൗമാരക്കാർ പരസ്യങ്ങൾക്ക് വിധേയമായിരിക്കുന്നു, പരസ്യം അവരെത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൺസ്യൂമർ ഡിസയർ ആസ് എക്സ്പ്രസ്ഡ് ബൈ മോസ്റ്റ് ചിൽഡ്രൻ, പലപ്പോഴും ഉപഭോക്തൃ താല്പര്യം, ഒരു കൺസ്യൂമറുടെ താല്പര്യം കുട്ടികൾ പ്രകടമാക്കുന്നത് പ്രത്യേകിച്ച്, അതെല്ലാം often stems from the extensive visibility of products and the glamour created by advertisements. ഒരു വസ്തു എത്ര പ്രാവശ്യം പരസ്യങ്ങളിലൂടെ കുട്ടികളുടെ മുമ്പിൽ കടന്നു വരുന്നു, അതോടൊപ്പം തന്നെ ആ വസ്തുവിൻ്റെ ഗ്ലാമർ, അതിൻ്റെ സൗന്ദര്യം, അട്രാക്ഷൻ പരസ്യങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് പലപ്പോഴും കുട്ടികളുടെ കൺസ്യൂമർ ഡിസയർ സ്റ്റെം ചെയ്യുന്നത്, ഉപഭോക്തൃ താല്പര്യം ഉടലെടുക്കുന്നത്, അത് ആരംഭിക്കുന്നത്. which promises fun and happiness. ഈ പരസ്യങ്ങൾ വഴി ആ പ്രോഡക്റ്റ് അവരുടെ ജീവിതത്തിൽ സന്തോഷവും തമാശകളും ഉണ്ടാക്കും എന്നൊക്കെയാണ് അവരിൽ ഒരു ബോധം ജനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഹിഡൻ pitfalls lurk behind the scenes. പലപ്പോഴും മറഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ കർട്ടന് പിറകിലായിരിക്കും. ഈ പാസേജിലെ ഏതാനും പ്രധാനപ്പെട്ട വേർഡ്സ്: in conclusion means to finish or to end. Evident, obvious or clear, വ്യക്തമായ. Stem, originate or begin, ആരംഭിക്കുക. Pitfalls, hazards, problems, misleading, etc. ചതിക്കുഴികൾ എന്ന് പറയുന്ന. Lurk, remain or exist invisibly, അപ്രത്യക്ഷമായിട്ടിരിക്കുക, ഒളിഞ്ഞിരിക്കുക. Behind the scenes means in secret, out of public view, കർട്ടന് പിറകിൽ, മറഞ്ഞിരിക്കുക എന്നർത്ഥം. ഇത്രയുമാണ് ടോയ്സ് ടു ടീൻ എന്ന ലെസന്റെ വിശദീകരണം. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കും, അവരുടെ എക്സാമുകളിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.